നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുവെന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അമ്മമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോയി. ഇന്ന് വൈകിട്ട് വരെ ഇയാളെ ചോദ്യം ചെയ്യും. വ്യാഴാഴ്ച തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫാന്റെയും പിതാവിന്റെയും മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരുവരും ഒരുമിച്ചിരുത്തിയാവും മൊഴിയെടുക്കുക. അഫാന്റേത് അസാധാരണ പെരുമാറ്റമെന്നാണ് പോലീസിന്റെയും ഡോക്ടർമാരുടെയും വിലയിരുത്തൽ. കനത്ത സുരക്ഷയിലായിരുന്നു അഫാനെ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. 24 മണിക്കൂറും നിരീക്ഷണത്തിനായി 3 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. ഉമ്മ മരിച്ചെന്ന് കരുതിയാണ്, അതിനാലാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പ്രതികരിച്ചിരുന്നത്. ഉമ്മ ജീവനോടെയുണ്ടെന്ന വിവരം 2 ദിവസം മുമ്പാണ് താൻ അറിഞ്ഞത്. തനിക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മയും ആഞ്ജനെയും പെൺസുഹൃത്തിനെയുമായിരുന്നു. ഇവരില്ലാതെ തനിക്കോ താനില്ലാതെ അവർക്കോ ജീവിക്കാനാകില്ലെന്നും അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നും അഫാൻ പറഞ്ഞിരുന്നു. ഇതുവരെയും കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അഫാന്റെ മൊഴികളിലെ അവ്യക്തതയാണ് പോലീസിനെ പൊടിക്കുന്നത്. അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റിക തെരഞ്ഞെടുത്തെന്ന നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. ചുറ്റിക തെരഞ്ഞെടുത്തതിനെ കുറിച്ചറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു. കൂടാതെ അഫാന്റെ രാത്രി സഞ്ചാരങ്ങളും അന്വേഷണ വിധേയമാക്കി. താനും ജീവനെടുക്കുമെന്ന് ജയിലിലെത്തിയ ശേഷം അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു. കടബാധ്യതയെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരോടും അഫാൻ പറഞ്ഞിട്ടുള്ളത്. നാട്ടിൽ അധികം ആരോടും മിണ്ടാറില്ലെങ്കിലും വീട്ടിൽ എല്ലാത്തിനും വാശി കാണിക്കുന്ന സ്വഭാവക്കാരനാണ് പ്രതി എന്ന് പോലീസ് പറയുന്നുണ്ട്. 8 വർഷം മുമ്പ് തന്നെ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നില്ലെന്ന് ആരോപിച്ച് അഫാൻ വീട്ടിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം വീട്ടിൽ അഫാൻ ചോദിക്കുന്നത് എന്തും വാങ്ങി നൽകിയിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. അഫാൻ പറഞ്ഞതനുസരിച്ചാണ് വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് കാർ വാങ്ങുന്നത്. പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടുമായിരുന്നു കമ്പം. കോവിഡിന് മുമ്പ് വരെ അച്ഛൻ അബ്ദുറഹീമിന്റെ ബിസിനസ് നല്ല നിലയിൽ നടന്നു പോവുകയായിരുന്നു. ആ സമയത്തൊക്കെ ആഡംബര ജീവിതമായിരുന്നു അഫാന്റേത്. കുടുംബത്തിന് കടബാധ്യതയോടെ എല്ലാം തകിടം മറിയുകയായിരുന്നു. അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ അഫാൻ കടുത്ത സമ്മർദ്ദത്തിലുമായി എന്നാണ് വിവരം. 7 വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യത അബ്ദുറഹീമിനുണ്ടായി. പ്രതിമാസം പണം പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ എല്ലാം താളം തെറ്റി. പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് കുടുംബം മുന്നോട്ട് പോയത്. ഇതിനിടയ്ക്ക് അഫാന്റെ ബുള്ളറ്റും കാറും വിറ്റിരുന്നതായി വിവരങ്ങൾ പുറത്തുവന്നു. അതിനുശേഷം പുതിയ ബൈക്ക് വാങ്ങി. പാണാവൂരിലെ കോളേജിൽ ബികോം പാതി വഴി നിർത്തിയ അഫാന് സുഹൃത്തുക്കൾ കുറവായിരുന്നു. അമ്മ ഷമിയുടെ നാടായ പെരുമലയിൽ സ്ഥലം വാങ്ങി 10 വർഷം മുമ്പാണ് കുടുംബം വീട് വെച്ചത്. കൊലപാതകങ്ങൾക്കിടയിലും പിതൃമാതാവിന്റെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് 40,000 രൂപ കടമീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നാണ് വിവരം. തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം സുഹൃത്തായ ഫർസാനയോടും അഫാൻ പറഞ്ഞിരുന്നു. ഇക്കാര്യം ഫർസാന അമ്മയോട് പറഞ്ഞിരുന്നു. അഫാനുമായി പ്രണയത്തിലാണെന്ന കാര്യം ഫർസാനയുടെ പിതാവ് മാത്രം അറിവുണ്ടായിരുന്നില്ല. നല്ലൊരു ജോലി ലഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാമെന്ന നിലപാടിലായിരുന്നു ഫർസാനയുമെന്നാണ് സൂചന. ഫർസാനയുടെ ഒരു മാലയും അഫാൻ പണയം വെച്ചിരുന്നു. ഇക്കാര്യം വീട്ടിൽ അറിയാതിരിക്കാൻ സ്വർണ്ണം പൂശിയ മറ്റൊരു മാല ഫർസാനയ്ക്ക് അഫാൻ വാങ്ങി നൽകിയിരുന്നു. ചുറ്റിക ഉപയോഗിച്ച് തലയൊട്ടി അടിച്ചു തകർത്തുള്ള ആസൂത്രിത കൊലപാതകങ്ങൾ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കിയതാണോ എന്നും അറിയേണ്ടതുണ്ട്. ഇന്റർനെറ്റിലെ സെർച്ച് വിവരങ്ങൾ നൽകാൻ ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ലഭ്യമാകും. അഫാന്റെ ഫോണിൽ നിന്ന് സംശയാസ്പദമായി മറ്റാരെയും വിളിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നുണ്ട്. കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പ്രതി അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കൂട്ടക്കൊലയെക്കുറിച്ച് അഫാൻ വിവരിച്ചു. മനുഷ്യനെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്താപമൊന്നുമില്ലാതെയായിരുന്നു വിവരണം. അമ്മ മരിച്ചു എന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നത്. ബന്ധുക്കൾ സ്ഥിരമായി അധിക്ഷേപിച്ചു. കൊല്ലുന്നതിന് മുമ്പ് കാമുകിയോടും അനുജനോടും കൊലപാതകങ്ങൾ ചെയ്തെന്ന് പറഞ്ഞെന്നും അഫാൻ പറയുന്നുണ്ട്. എന്നാൽ താനും മരിക്കുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിനെ തുടർന്ന് അഫാനെ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അഫാൻ. കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നാണ് അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. ഉമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെയും കൊന്നത്. ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നത്. ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞ അഫാനെ ഉടൻ വെഞ്ഞാറമ്മൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങില്ലെന്ന് സൂചനകളൊക്കെ പുറത്തു വന്നുവെങ്കിലും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാനായി അപേക്ഷ നൽകുകയായിരുന്നു. തുടർന്ന് ഇന്നായിരുന്നു കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് കസ്റ്റഡിയിലേക്ക് വിട്ടത്. അഫാനെ മാനസികാരോഗ്യ നില നിരീക്ഷിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനായിരുന്നു നീക്കം. എന്നാൽ അഫാന് പ്രത്യേക മാനസിക നിലയിൽ മാറ്റങ്ങളില്ല എന്നാണ് കണ്ടെത്തൽ. കസ്റ്റഡിയിൽ ലഭിച്ച അഫാനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കടബാധ്യതയുടെ വ്യാപ്തി സംബന്ധിച്ചും എന്താണ് കടത്തിന് കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. അഫാനും ഉമ്മയ്ക്കും ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവർക്ക് പണം കൊടുത്തവരുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർഭാട ജീവിതമാകാം കടത്തിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത്. അഫാന്റെ പിതാവ് റഹീം സൗദി നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ്. കോവിഡ് കഴിഞ്ഞ് വരുമാനം കുറഞ്ഞുവെങ്കിലും കുടുംബം ഇതേ നിലയിലാണ് ജീവിതം തുടർന്നത്.
ഇതിനായി പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നുവെന്നാണ് വിവരം. പിന്നീട് ഉമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തി. എന്നാൽ ചിട്ടി ലഭിച്ച് ബന്ധുക്കൾക്കും പണം നൽകാൻ കഴിയാതെ വന്നതോടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വഷളായി തുടങ്ങിയത്. ബന്ധുക്കൾ നിരന്തരം പണം ആവശ്യപ്പെടുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അഫാൻ പറയുന്നത്. ഇത് സഹിക്കാൻ കഴിയാതെ ഒടുവിൽ കൂട്ടക്കൊല നടത്തുകയായിരുന്നുവെന്നും അഫാൻ പറയുന്നുണ്ട്. ദിവസവും 10,000 രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകൾക്ക് നൽകേണ്ട വിധത്തിൽ കടക്കെണിയിലായിരുന്നു അഫാൻ എന്നാണ് കണ്ടെത്തൽ. പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിൽ ഏറെ. പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ 40,000 രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചത്. പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റും ഉൾപ്പെടുന്നുണ്ട്. കടബാധ്യത സംബന്ധിച്ച് അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുറഹീം നൽകിയ വിവരങ്ങളും തമ്മിലെ പൊരുത്തക്കേടുകൾ നീക്കാനാണ് പോലീസിന് ഇനി പ്രയാസം. ആക്രമണത്തിനിടെ തല ഭിത്തിയിലിടിച്ചു വീണ് രക്തം വന്ന അബോധാവസ്ഥയിലായ മാതാവ് ഷെമി മരിച്ചിട്ടുണ്ടാകുമെന്ന ചിന്തയിലായിരുന്നു അഫാൻ കൂട്ടക്കൊല നടത്തിയത്. ഷെമിയുടെ 2,000 രൂപ വേണമെന്ന അഫാന്റെ ആവശ്യമായിരുന്നു ഈ തർക്കത്തിലും ആക്രമണത്തിലുമൊക്കെ കലാശിച്ചത്. കൊലപാതകത്തിന്റെ തലേദിവസം പണം ആവശ്യപ്പെട്ട് വീട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഷെമി മരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് ബാക്കിയുള്ളവരെ കൂടി കൊലപ്പെടുത്താമെന്ന ചിന്തയിലേക്ക് എത്തിയത്. ഒറ്റയടിക്ക് തന്നെ ജീവൻ എടുക്കുക എന്ന ചിന്തയാകും ആയുധം ചുറ്റികയാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തെ കടയിൽ നിന്നായിരുന്നു ചുറ്റിക വാങ്ങിയത്. അഫാന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കാനാണ് നീക്കം. പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയുള്ള മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് നൽകിയിരുന്നില്ല. കസ്റ്റഡിയിലെടുത്ത അഫാന്റെ തെളിവെടുപ്പിന് ശേഷം മാത്രമേ കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂവെന്നാണ് വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണ പ്രതികരിച്ചിരുന്നത്. അഫാൻ ബന്ധുക്കളായ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു. ഏറെ അടുപ്പമുണ്ടായിരുന്ന അർജുൻ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ മനോധൈര്യം ചോർന്ന് തളർന്നുപോയി. തുടർന്ന് മറ്റു കൊലപാതകങ്ങളുള്ള പദ്ധതി ഉപേക്ഷിച്ച് കീഴടങ്ങുകയായിരുന്നു. കൌൺസിലിംഗിനിടെയാണ് അഫാന്റെ ഈ വെളിപ്പെടുത്തൽ. മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇവരുടെ 5 ലക്ഷം രൂപ ചോദിച്ചുവെങ്കിലും നൽകിയിരുന്നില്ല എന്നായിരുന്നു ഈ വിരോധത്തിന് കാരണമായി മാറിയത്. ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കിയതും വിദ്വേഷത്തിന് കാരണമായി. സഹോദരൻ, പിതാവിന്റെ ഉമ്മ, പെൺസുഹൃത്ത്, പിതൃസഹോദരന്റെ ഭാര്യ എന്നിങ്ങനെ 5 പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ഇയാളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമ്മ ചികിത്സയിൽ തുടരുകയാണ്. 3 ഇടങ്ങളിലായാണ് അഫാൻ 5 കൊലപാതകങ്ങൾ നടത്തിയത്. അതിനാൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവയിലെല്ലാം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.